നമ്മൾ ടൂർ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇത് വെക്കേഷന് പോയതാണ്. അതായത് മെയ് ലാസ്റ്റായിട്ട് ഞങ്ങൾ ഒരു ടൂർ പോയി. അത് അമ്മയുടെ വീട്ടിൽ നിന്നാട്ടോ, അമ്മയുടെ ഫാമിലിയിൽ നിന്ന് പോയത്. മാമന്മാരും അമ്മായിമാരും മേമയും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചായിട്ട് പോയിരുന്ന ടൂറായിരുന്നു. ഞങ്ങൾ കുട്ടികളെ മാത്രം ഒരു കാറിൽ അങ്ങനെ. ഫസ്റ്റ് ഞങ്ങൾ കനാലി പ്ലോട്ടിലേക്കാണ് പോയത്. നമ്മൾ കനാലി പ്ലോട്ടിലേക്ക് പോവാണ്. പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റില്ല, പാലം പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് നേരെ പോയത്. അതായത് കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അവിടെ റിസോർട്ട് എടുത്തിട്ടുള്ള ഒരു ദിവസത്തെ സ്റ്റേ ആണ് നമ്മളുടെ ടൂറിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ആഗ്രഹമാണ് കുറേ ഇങ്ങനെ ഒരുപാട് സ്ഥലം കാണാണ്ട് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് നമ്മുടേതായ എൻജോയ്മെൻറ്റൊക്കെ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അത് രസമല്ലേ അതൊക്കെ കാണാൻ. നിലമ്പൂരെ ഭാഗത്ത് ഇപ്പോൾ എന്തൊരു വ്യൂ ആണെന്നറിയോ. ആ കാലാവസ്ഥയിൽ അവിടെ എത്തിയപ്പോൾ വല്ല സ്വർഗം കിട്ടിയ മേനിയായിരുന്നു. എന്തൊരു ഭംഗിയാണ് കാണാൻ, എന്തൊരു പച്ചപ്പാണ് ഈ ചൂടിലും. ആ ഒരു ചൂട് സമയത്തും ഭയങ്കര ഒരു പച്ചപ്പ് നിൽക്കുന്ന സ്ഥലമാട്ടോ നിലമ്പൂർ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഇതുപോലെ ഒരു ചെറിയൊരു പുഴയും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നൊരു വെള്ളച്ചാട്ടം പോലെ കണ്ടിട്ടോ. ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലം. ഞങ്ങളവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നല്ല രസമായിരുന്നു. ഇതിൻ്റെ നിങ്ങൾ ചിലപ്പോൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് റിസോർട്ടിലിട്ടാണ്. റിസോർട്ടിൽ എൻ്റെ അമ്മേ ഒന്നും പറയണ്ട, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു. ഒരു മഴ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് മഴ ഇങ്ങനെ തോർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു നമുക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അന്ന് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ട്. അതിലൊരു റൂമിൽ തന്നെ ഒരു ഡോർമെട്രി ഉണ്ട്. അതായത് കുട്ടികൾക്ക് കിടക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സെറ്റപ്പിലാണ്. ആ റൂമിൽ തന്നെ ഒരു വാഷ്റൂമും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ റൂമും 4 റൂമാണുള്ളത്. 4 റൂമിലും വാഷ്റൂമുണ്ട്. താഴെയുള്ള ഈ 2 റൂമിൽ ഡോമെട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മകനും പിന്നെ എൻ്റെ ചെറിയ മാമൻ്റെ മോനും ഒരേ പ്രായമാണ്. അവർക്ക് ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടേണ്ടതെന്ന് അറിയില്ല. ഇതാണ് പിന്നെ ഉള്ളൊരു റൂം കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കിടക്കാൻ വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക. വന്ന തിടുക്കത്തിൽ ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ അവർ. പിന്നെ ഇതുപോലെ നമ്മൾ മേലോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ മേലെ ഹാളിൽ നമുക്കിതുപോലൊരു TV സ്പേസും ഹാൾ ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നേക്കാൻ നമ്മൾ എന്താ പറയുക പാട്ടിട്ടിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. ഓരോരുത്തർ ഓരോ സൈഡിൽ നമുക്കങ്ങനെ മ്യൂസിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഓരോരുത്തർ ഇരുന്ന് കുത്തിപ്പൊളിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഒരു അടുക്കള നമുക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലോ അത്യാവശ്യമായിട്ട് ചെറിയ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ പറ്റും. നമുക്ക് ഫുഡൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് വന്നത്. രാത്രിക്കും നമ്മൾ തന്നെ എടുക്കണം. രാവിലെ മാത്രമേ അവർ തരത്തുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു ബെഡ്റൂം ഉണ്ട്. അതിൽ തന്നെ ഒരു ബാത്റൂമും ഉണ്ട്. ഈ ബെഡ്റൂമിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള എല്ലാം താഴെ കണ്ട പോലെ തന്നെയാണ്. ഡോമെട്രി ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. നേരെ ഈ റൂമിൽ നിന്ന് നോക്കുന്നത് പൂളിലേക്ക് കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. നല്ല ഒരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പൂളിലേക്ക് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് ആ വ്യൂ കാണാൻ. അതുകൊണ്ട് വികാര നിർഭരനായി നോക്കി നിൽക്കുന്ന ചെറിയ മാമനാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ ഇതുപോലെ റൂമിൽ നിന്ന് നേരിട്ട് പൂളിലേക്ക് എൻട്രൻസ് ഉണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിലൊരു ബെഡ്റൂം ഉണ്ട്. അതിനും ഇതുപോലെ നമ്മൾ പൂളിലേക്ക് എൻട്രൻസ് ഉണ്ട്. പിന്നെ ഹാളിൽ നിന്ന് ഒരു എൻട്രൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഇതൊക്കെ നമ്മൾ അവിടെ എത്തിയത് തന്നെ ഒരു 2 മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തി. എന്നിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അതിൻ്റെ മുകളിലേക്ക് ഒരു വലിയ ഒരു കുരിശുമലയാണ്. അയ്യോ എന്ത് മല എന്നാ പറയുക. ഞാനൊരു എൻ്റെ ചെറിയ കുട്ടീനെയും കൊണ്ട് എങ്ങനെയാണ് കയറിയെന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ വലിഞ്ഞ് ഞാൻ അതിൻ്റെ മേലേക്ക് കയറി എത്തിയപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ മേലെ നിന്നപ്പോൾ എന്തൊരു തണുത്ത കാറ്റ്. ശരാ ആ ചൂട് കാലത്ത് അത് എന്തൊരു സുഖമായിരുന്നു എന്നറിയാം. അടിപൊളി ചൂടായിരുന്നു. നിന്ന് നമ്മൾ തിരിച്ച് എന്താ പറയുക സ്വർഗത്തിലെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. അത്ര ചൂടല്ലായിരുന്നു നാട്ടിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ അത് സ്വർഗം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മളുടെ ബാക്കിയുള്ളവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഈ കുരിശ് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു 5-6 കിലോമീറ്ററോളം തെങ്ങ് നടന്നിട്ടുണ്ട്.
അതൊക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ചിത് അതുപോലെ പൂളിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പൂള് തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. പൂളിൽ ഇറങ്ങണതൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒക്കെ ഒരേ വൈബിലുള്ള ആൾക്കാരാണ്. ഒരു പ്രായ വ്യത്യാസവും ആർക്കുമില്ല. ഇപ്പോൾ എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മമാരായാലും ആരായാലും ഞങ്ങളൊക്കെ മൂത്തവരാണെങ്കിൽ നമ്മളെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ. അല്ലാത്ത പക്ഷം നമ്മളെപ്പോലെ എല്ലാം അടിപൊളിയാണ്. അത് കഴിഞ്ഞ് രാത്രിക്കത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ കാർട്ടൂൺ ഓടുന്നുണ്ട്. പിന്നെ എല്ലാവരും രാത്രി ഫുൾ കളിയൊക്കെ കഴിഞ്ഞ് രാവിലെ നീറ്റിട്ട് ഒരു കപ്പ് ചായയും കൊണ്ട് നേരെ ഞാൻ പോയത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ നല്ലൊരു വ്യൂ. പിന്നെ ഈ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. ഏറ്റവും മുകളിൽ ഇതുപോലെ നമുക്ക് പാർട്ടിയൊക്കെ നടത്താൻ പറ്റും. അതുപോലെ അവിടെ നിന്ന് നോക്കിയാൽ അപാര വ്യൂ ആണ്. ഊഞ്ഞാലുണ്ട്, അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും മുകളിൽ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ നമ്മളവിടെ നിന്ന് പോന്നു. പോന്നതിന് ശേഷം നമ്മളൊരു പാർക്കിലൊക്കെ പിള്ളേരൊക്കെ കൊണ്ടുപോയി അടിച്ച് പൊളിച്ച് അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും നേരെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.